എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2019 എക്സാം നടന്ന LD ടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രാഫർ Gr.II എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്നും ചോദിച്ച 38 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കുറച്ച് ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്, അപ്പം മുഴുവനും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് കട്ട് കമാൻഡ് ടു സെൻറ്റർ എ ടെക്സ്റ്റ്. ഷോർട്ട് കട്ട് കമാൻഡ് ടു സെൻറ്റർ എ ടെക്സ്റ്റ്. ആൻസർ Ctrl+E ആണ്. അതായത് ഒരു ടെക്സ്റ്റിനെ സെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കമാൻഡാണ് ചോദിച്ചിരിക്കുന്നത്. അത് Ctrl+E ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS Word വിൽ പ്രിൻറ്റ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫസ്റ്റ് കോപ്പി ദെൻ ദ സെക്കൻഡ് സെറ്റ് ആൻഡ് സോ ഓൺ. വിച്ച് ഓപ്ഷൻ ഈസ് സെലക്റ്റഡ്? അതായത് MS Wordൽ പ്രിൻ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫസ്റ്റ് കോപ്പി പ്രിൻ്റ് ചെയ്യും, അതിനുശേഷം അടുത്ത സെറ്റ്, അങ്ങനെ ആ ഒരു അതേപോലെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കൊളൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS Word ഫോർമുല ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ ദ ടേബിൾ മെനു. അപ്പോൾ MS Wordൽ ഫോർമുല ഓപ്ഷൻ ലഭിക്കുന്നത് ടേബിൾ മെനുവിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യൂസിങ് കീബോർഡ് ഹൗ ടു ക്ലോസ് ദ കറൻറ്റ് വിൻഡോ. അതായത് കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന വിൻഡോ ക്ലോസ് ചെയ്യാൻ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ Ctrl+F4. Ctrl+F4 ആണ് നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സിമ്പിൾസ് പ്ലേസ്ഡ് ബിഫോർ ടു ഹൈലൈറ്റ്സ് ദ ഐറ്റം ഇൻ എ ലിസ്റ്റ്. ഡാഷ് സിമ്പിൾസ് പ്ലേസ്ഡ് ബിഫോർ ടു ഹൈലൈറ്റ്സ് ദ ഐറ്റം ഇൻ എ ലിസ്റ്റ്. ആൻസർ ബുള്ളറ്റ്സ്. അതായത് ബുള്ളറ്റ്സ് ആണ് നമ്മൾ ഒരു ലിസ്റ്റിൻ്റെ മുന്നിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സിമ്പിൾസിന് പറയുന്ന പേര്. അതായത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇട്ടിട്ടുള്ളതിൽ ഇതിൽ ഒരു ബോക്സ് കാണാൻ പറ്റും, അത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് വരുന്നത്, അത് ബുള്ളറ്റാണ്. ബുള്ളറ്റിന് ഒരു എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് PDF? PDFൻ്റെ എക്സ്പാൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. ഈ ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം PDFൻ്റെ ഫുൾ ഫോം പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. വിച്ച് ഫീച്ചർ ഹെൽപ്സ് യു ടു ഇൻസേർട്ട് കണ്ടൻറ്റ്സ് ഓഫ് ദ ക്ലിപ്ബോർഡ് ആസ് ടെക്സ്റ്റ് വിതൗട്ട് എനി ഫോർമാറ്റിംഗ്. വിച്ച് ഫീച്ചർ ഹെൽപ്സ് യു ടു ഇൻസേർട്ട് ദ കണ്ടൻറ്റ്സ് ഓഫ് ദ ക്ലിപ്ബോർഡ് ആസ് ദ ടെക്സ്റ്റ് വിതൗട്ട് എനി ഫോർമാറ്റിംഗ്. അതായത് ക്ലിപ്ബോർഡിലുള്ള കണ്ടൻറ്റ്സ് ആ ടെക്സ്റ്റ് ഇനി ഒരു ഫോർമാറ്റും കൂടാതെ അതുപോലെ തന്നെ ഉപയോഗിക്കാം, ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടൻസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫീച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേസ്റ്റ് സ്പെഷ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസേർട്ട് ഘോസ്റ്റഡ് ടെക്സ്റ്റ് ബിഹൈൻഡ് ദ കണ്ടൻറ്റ് ഓൺ ദ പേജ്. വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ്? ഇൻസേർട്ട് ഘോസ്റ്റഡ് ടെക്സ്റ്റ് ബിഹൈൻഡ് ദ കണ്ടൻറ്റ് ഓൺ ദ പേജ്. വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ്? വാട്ടർമാർക്ക്. അപ്പോൾ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പക്ഷേ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ കണ്ടൻറ്റിൻ്റെ ബാക്കിലായിട്ട്, ബിഹൈൻഡായിട്ട് ഒരു ഗോസ്റ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മങ്ങിയ രീതിയിലുള്ള ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ടർമാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫോൾട്ട് ഫോണ്ട് യൂസ്ഡ് ഇൻ MS Word. MS Wordലെ ഡിഫോൾട്ട് ഫോണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ടൈംസ് ന്യൂ റോമൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോപ്പ് ക്യാപ്പ് മീൻസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ കൊടുത്തിരുന്ന ഓപ്ഷനിൽ ആൻസർ ഉണ്ടായിരുന്നില്ല, നൺ ഓഫ് ദീസ് ആയിരുന്നു. അപ്പോൾ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എ ലാർജ് ഇനീഷ്യൽ ക്യാപിറ്റലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു ക്രിയേറ്റ് ലെറ്റേഴ്സ് ആൻഡ് അഡ്രസ് ലിസ്റ്റ് വിച്ച് ടെംപ്ലേറ്റ് പ്രൊവൈഡഡ് ബൈ വേർഡ്. അതായത് ലെറ്റേഴ്സും അഡ്രസ് ലിസ്റ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ടെംപ്ലേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മെയിൽ മെർജ്. അപ്പോൾ ഈ മെയിൽ മെർജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, മെയിൽ മെർജിൻ്റെ ചോദ്യം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപൂർവം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ മെയിൽ മെർജ് ഒഴിവാക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ മെയിൽ മെർജിൻ്റെ
ചോദ്യം, മേൽമറിച്ച് എന്ന ഉത്തരം വരുന്ന ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ടു ക്രിയേറ്റ് ലെറ്റേഴ്സ് ആൻഡ് അഡ്രസ് ലിസ്റ്റ് വിച്ച് ടെംപ്ലേറ്റ് പ്രൊവൈഡഡ് ബൈ വേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വി പോയിന്റ് ആൻഡ് ക്ലിക്ക് ഓൺ ദ സ്റ്റാർട്ട് ബട്ടൺ ഡാഷ് മെനു വിൽ അപ്പിയർ. വെൻ വി പോയിന്റ് ആൻഡ് ക്ലിക്ക് ഓൺ ദ സ്റ്റാർട്ട് ബട്ടൺ ഡാഷ് മെനു വിൽ അപ്പിയർ. ആൻസർ പോപ്പപ്പ് മെനു ആണ്. അതായത് നമ്മൾ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ പോയിന്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ പോപ്പപ്പ് മെനു ആണ് അവിടെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് കൺട്രോൾ പ്ലസ് ഈക്വൽ ടു കീ എഫക്റ്റ്. വാട്ട് ഡസ് കൺട്രോൾ പ്ലസ് ഈക്വൽ ടു കീ എഫക്റ്റ്. സബ്സ്ക്രിപ്റ്റ് ആണ്. സബ്സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് ഈക്വൽ ടു. അടുത്തത്, ഹൗ വിൽ MS വേർഡ് വിൽ റെസ്പോണ്ട് ഇൻ റിപ്പീറ്റഡ് വേർഡ്. അതായത് MS വേർഡിൽ ഒരേ വേർഡ് തന്നെ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്പീറ്റഡ് വേർഡിന് എന്ത് റെസ്പോണ്ട് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, എ റെഡ് വേവി ലൈൻ അണ്ടർ ദ റിപ്പീറ്റഡ് വേർഡ്. അതായത് റിപ്പീറ്റായിട്ട് വന്ന വേർഡിൻ്റെ താഴെയായിട്ട് ഒരു റെഡ് വേവി ലൈൻ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, ടാബ് സ്റ്റോപ്പ് പൊസിഷൻ കനോട്ട് ബി ദ ഫോളോയിങ് അലൈൻമെൻറ്റ്. ആൻസർ, ജസ്റ്റിഫൈ അലൈൻമെൻറ്റ്. അതായത് ടാബ് സ്റ്റോപ്പ് പൊസിഷൻ ഈ ഒരു ജസ്റ്റിഫൈ അലൈൻമെൻറ്റിൽ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു യൂസ് ഫോർമാറ്റ് പെയിൻറ്റർ മൾട്ടിപ്പിൾ ടൈംസ്. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതേ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസർ, ബൈ ഡബിൾ ക്ലിക്ക് ഓൺ ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ. അതായത് ഫോർമാറ്റ് പെയിൻറ്റർ മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നിലധികം തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഗ് മീൻസ് എ ലോജിക്കൽ എറർ ഇൻ എ പ്രോഗ്രാം. അതായത് ബഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമിലെ ലോജിക്കൽ എററിനെയാണ് ബഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു മൂവ് ദ മൗസ് പോയിൻറ്റർ ഓവർ ആൻ ഐക്കൺ you find information about this icon in a small rectangular box. This information is called a. അതായത് നമ്മൾ ആ മൗസ് പോയിൻ്റർ ഒരു ഐക്കണിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഐക്കണിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ അതിൽ കാണിക്കും, ഒരു റെക്റ്റാങ്കുലർ ബോക്സിൽ കാണിക്കും. അപ്പോൾ ആ ഐക്കൺ എന്തിനെ കുറിച്ചിട്ടുള്ളത്, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആ ഒരു ഇൻഫർമേഷൻ റെക്റ്റാങ്കുലർ ബോക്സിൽ കാണിക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ എന്താണ് പറയുന്നത്? ടൂൾ ടിപ്പ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് URL ഈസ്. ഇതും റിപ്പീറ്റഡായിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URLൻ്റെ ഫുൾ ഫോമാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഡിവൈസ് ഈസ് യൂസ് ടു കണക്ട് ടു സിസ്റ്റംസ് യൂസിങ് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ്. അതായത് വ്യത്യസ്തമായ പ്രോട്ടോക്കോൾസിൽ ഉപയോഗിക്കുന്ന ഡിവൈസ്, അതായത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഏത്? ഗേറ്റ്വേ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കറക്റ്റിംഗ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം ഈസ് കോൾഡ്. അതായത് ഒരു പ്രോഗ്രാമിൽ എറേഴ്സിനെ കറക്റ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ഡീബഗ്ഗിങ്. അതായത് ഒരു പ്രോഗ്രാമിലെ എറേഴ്സിനെ കറക്റ്റ് ചെയ്യുന്നതിന് ഡീബഗ്ഗിങ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗാർബേജ് കളക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കളക്ട്സ് ഫ്രാഗ്മെൻറ്റഡ് ഏരിയാസ് ഓഫ് മെമ്മറി. അതായത് ഒരു മെമ്മറിയിലെ ഫ്രാഗ്മെൻറ്റഡ് ഏരിയാസിനെ കളക്ട് ചെയ്യുന്നതാണ് ഗാർബേജ് കളക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് നമ്പർ ഓഫ് കമ്പാരിസൺസ് ഇൻ സീക്വൻഷ്യൽ സെർച്ച് ഈസ്. ആവറേജ് നമ്പർ ഓഫ് കമ്പാരിസൺസ് ഇൻ സീക്വൻഷ്യൽ സെർച്ച് ഈസ് n+1/2. അതായത് ഈ ഒരു സീക്വൻഷ്യൽ സെർച്ചിൽ ആവറേജ് നമ്പർ ഓഫ് കമ്പാരിസൺസ് എന്ന് പറയുന്നത് n+1/2 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, www ഈസ് ബേസ്ഡ് ഓൺ വിച്ച് മോഡൽ. അതായത് വേൾഡ് വൈഡ് വെബ് ഏത് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലയൻറ്റ് സെർവർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ഈസ്. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വിൻഡൻ സർഫാണ്. ഇൻ ഊപ്സ് ഹൈഡിങ് ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ്സ് ഓഫ് ആൻ എൻട്രി ഈസ്. എൻക്യാപ്സുലേഷൻ. അതായത് ഊപ്സിൽ ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ ഹൈഡ് ചെയ്യുന്ന എൻട്രി. അതായത് ഒരു എൻട്രിയിലെ ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ ഹൈഡ് ചെയ്യുന്നതാണ് എൻക്യാപ്സുലേഷൻ.
Output of a lexical analyzer is. Output of a lexical analyzer is a stream of tokens. അതായത് ഒരു ലെക്സിക്കൽ അനലൈസറിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രീം ഓഫ് ടോക്കൺസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓപ്പറേഷൻ വിച്ച് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ബട്ട് നോട്ട് അസോസിയേറ്റീവ് ഈസ്. അതായത് ഏത് ഓപ്പറേഷനാണ് കമ്മ്യൂട്ടേറ്റീവ് ആണ് പക്ഷേ അസോസിയേറ്റീവ് അല്ലാത്തത്? നാൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾസ് ഓഫ് സിസ്റ്റം പ്രോഗ്രാം ഇൻക്ലൂഡ്സ്. അതായത് എക്സാമ്പിൾ ഓഫ് സിസ്റ്റം പ്രോഗ്രാംസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എക്സാമ്പിൾസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ, ട്രേസ് പ്രോഗ്രാം, കമ്പൈലർ, ഇതൊക്കെയാണ് സിസ്റ്റം പ്രോഗ്രാംസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലാർജ് കളക്ഷൻ ഓഫ് ഫയൽസ് ഈസ് നോൺ ആസ്. ലാർജ് കളക്ഷൻ ഓഫ് ഫയൽസ് ഈസ് നോൺ ആസ് ഡാറ്റാബേസ്. ഡാറ്റാബേസിനെയാണ് ലാർജ് കളക്ഷൻ ഓഫ് ഫയൽസ് എന്ന് പറയുന്നത്. ലാർജ് കളക്ഷൻ ഓഫ് ഫയൽസ് എന്ന് പറയപ്പെടുന്നത് ഡാറ്റാബേസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു ട്രാൻസ്ഫർ ഇലക്ട്രോണിക് മെയിൽ ഫ്രം വൺ മെഷീൻ ടു അനദർ ദ ഫോളോയിങ് IP പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ്. അതായത് ഒരു ഇലക്ട്രോണിക് മെയിൽ ട്രാൻസ്ഫർ, അതായത് ഒരു മെഷീനിൽ നിന്നും അടുത്ത മെഷീനിലേക്ക് ഇലക്ട്രോണിക് മെയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന IP പ്രോട്ടോകോൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. SMTP ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ടോപ്പോളജി ഹാസ് ഹയസ്റ്റ് റിലയബിലിറ്റി. അതായത് ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ടോപ്പോളജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഷ് ടോപ്പോളജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെരിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ്. വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒതൻറ്റിക്കേഷൻ ആണ്. വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒതൻറ്റിക്കേഷനാണ്. എ പ്രോസസ് ഓഫ് ഒതൻറ്റിക്കേഷൻ, വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഈസ് ദ അൺസ്റ്റേബിൾ സോർട്ടിംഗ് മെത്തേഡ്. അൺസ്റ്റേബിൾ സോർട്ടിംഗ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഹീപ്പ് സോർട്ട് ആണ് അൺസ്റ്റേബിൾ സോർട്ടിംഗ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 GB ഈസ് ഈക്വൽ ടു. 1 GB എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1024 MB ആണ് 1 GB. അപ്പോൾ ഈ ഒരു മെമ്മറീൻ്റെ ഈ ഒരു കപ്പാസിറ്റി, ഈ ഒരു ഇത് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പോർട്സ് കണക്ട് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ടു സൗണ്ട് കാർഡ്സ്. അതായത് ഏത് പോർട്ടാണ് ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ സൗണ്ട് കാർഡ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. MIDI. അടുത്ത ക്വസ്റ്റ്യൻ, ഡേർട്ടി ബിറ്റ് ഈസ് യൂസ് ടു ഷോ ദ. ഡേർട്ടി ബിറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡേർട്ടി ബിറ്റ് ഈസ് യൂസ് ടു ഷോ ദ പേജ് ദാറ്റ് ഈസ് മോഡിഫൈഡ് ആഫ്റ്റർ ബീയിങ് ലോഡഡ് ഇൻ ടു ക്യാഷ് മെമ്മറി. അതായത് ഡേർട്ടി ബിറ്റ് ഉപയോഗിക്കുന്നത് ഒരു ക്യാഷ് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തതിന് ശേഷം മോഡിഫൈ ചെയ്യുന്നതിന് പേജ് അതായത് ഡേർട്ടി ബിറ്റ് എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ടു ഷോ പേജ് ദാറ്റ് ഈസ് മോഡിഫൈഡ് ആഫ്റ്റർ ബീയിങ് ലോഡഡ് ഇൻ ടു ക്യാഷ് മെമ്മറി. അതായത് ആ ഒരു പേജ്, അതായത് ഈ ക്യാഷ് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തതിന് ശേഷം മോഡിഫൈ ചെയ്തിട്ടുള്ള പേജിനെ ഷോ ചെയ്യുന്നത്, കാണിക്കുന്നതിനാണ് ഡേർട്ടി ബിറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് HTTP സ്റ്റാൻഡ്സ് ഫോർ. HTTPൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പോൾ ഇതിൽ URLഉം HTTPയും പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളാണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 38 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.